അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ബേസിക് സയൻസിന്റെ നാളത്തെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ബയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്? അതായത് ക്രമഭംഗവും ഊനഭംഗവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളത് 2 or 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൈറ്റോസിന്റെയും മിയോസിസിന്റെയും ഡിഫറൻസ്. അപ്പോൾ ടോട്ടൽ 4 ഡിഫറൻസ് ഉള്ളത്. ഈ 4 ഡിഫറൻസ് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ 2 എഴുതി കൊടുത്താൽ മാർക്കായി. സിമ്പിൾ അല്ലേ? എന്നാൽ നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതെവിടെയാണ് നടക്കുന്നത്? മൈറ്റോസിസ് എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ, മൈറ്റോസിസ് നടക്കുന്നത് നോർമൽ സെല്ലിലാണ്. നോർമൽ സെൽസ് ഓഫ് ദ ബോഡി, ശരീരത്തിലെ സാധാരണ കോശങ്ങളിലാണ് എന്ത് നടക്കുക? മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം നടക്കുക. എന്നാൽ മിയോസിസ് എവിടെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ, അങ്ങനെ നോർമൽ സെൽസിലല്ല നടക്കുക. മിയോസിസ് നടക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ റീപ്രൊഡക്റ്റീവ് സെൽസിലാണ് നടക്കുക. ഏത് സെൽസിൽ? റീപ്രൊഡക്റ്റീവ് സെൽസ്. അപ്പോൾ സാർ എവിടെയാണ് ഈ റീപ്രൊഡക്റ്റീവ് സെൽസ്? റീപ്രൊഡക്റ്റീവ് സെൽസ് എവിടെയാണെന്ന് ചോദിച്ചാൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലാണ് ഉണ്ടാവുക. അത് കണ്ണിലും മൂക്കിലും നാക്കിലും തൊക്കിലും ഉണ്ടാവില്ല. അത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അറിയാലോ? ഓക്കെ. പ്രത്യുൽപാദന കോശങ്ങളിലാണ് എന്ത് നടക്കുക? മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം നടക്കുക. പ്രത്യുൽപാദന കോശങ്ങളിൽ. ഓക്കെ. അപ്പൊ ഇത് എവിടെ നടക്കുക എന്നുള്ളത് കിട്ടി. അപ്പൊ ഒരു വ്യത്യാസം കിട്ടി. രണ്ടാമത്തെ വ്യത്യാസം, ക്രോമസോം സംഖ്യയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, ക്രോമസോം നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. മൈറ്റോസിസ് ആകുമ്പോൾ ക്രോമസോം നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, മിയോസിസ് ആകുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. മൈറ്റോസിസിൽ ഒരു സെൽ എന്താവുന്നു? 2 സ്പ്ലിറ്റ് ആവുന്നു. അപ്പൊ ഇതിന്റെ ക്രോമസോം നമ്പർ 46 ഏക്കാരം. ആ സ്പ്ലിറ്റ് ആവുന്നതിന്റെയും എത്ര തന്നെയാണ്? 46 തന്നെയാണ്. എന്ന് വെച്ചാൽ ക്രോമസോം സംഖ്യയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. നോ ചേഞ്ച്. എന്നാൽ മിയോസിസിൽ എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. യെസ്, ചേഞ്ച്. അതെ, ചേഞ്ച് ഉണ്ട്. അതായത് മിയോസിസിൽ 46 ക്രോമസോം നമ്പർ ഉള്ള ഒരാൾ സ്പ്ലിറ്റ് ആകുമ്പോൾ 23 ക്രോമസോം ഉള്ള സെല്ലുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. 23 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. മറ്റേത് 46 തന്നെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന്റെ മൈറ്റോസിസിന്റെ. മിയോസിസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ക്രോമസോം നമ്പർ പകുതിയായിട്ട് കുറയും. ഓക്കെ. ഇനി അടുത്തത്, നമ്പർ ഓഫ് ഡോട്ടർ സെൽസ്. അതായത് പുതിയതായി ഉണ്ടാവുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. മൈറ്റോസിസ് കംപ്ലീറ്റ് ആകുമ്പോൾ മൈറ്റോസിന് 2 സ്റ്റെപ്പ് ഉള്ളത്. കാരിയോകൈനസിസ് ഉണ്ട്, സൈറ്റോകൈനസിസ് ഉണ്ട്. ഈ 2 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ട് മൈറ്റോസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് മൊത്തത്തിൽ പരിപാടി കംപ്ലീറ്റ് ആകുമ്പോൾ മൈറ്റോസിസിലെ ഒരു സെല്ല് എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2 സെല്ലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുത്രികാ കോശങ്ങളുടെ എണ്ണം, ഡോട്ടർ സെൽസിന്റെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 2 ആണ്. പക്ഷേ മിയോസിസ് അങ്ങനല്ല. മിയോസിസിന് എത്ര സ്റ്റേജ് ഉണ്ട്? 2 സ്റ്റേജ്. മൈറ്റോസിന്റെ പോലെ തന്നെയാണ്. പക്ഷെ മിയോസിസിന്റെ സ്റ്റേജിന്റെ പേര് മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. അപ്പൊ മിയോസിസ് 1ൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ഈ ഒരു സെല്ല് എന്ത് ചെയ്യുന്നു അറിയോ? സ്പ്ലിറ്റ് ആയിട്ട് 2 സെല്ലാവുന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് 2 സെല്ലുണ്ട്. ഇനി മിയോസിസ് 2 സംഭവിക്കും. മിയോസിസ് 2 സംഭവിക്കുമ്പോൾ ഈ ഒരു സെല്ല് വീണ്ടും 2 സ്പ്ലിറ്റ് ചെയ്യും, ഇവനും 2 സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ടോട്ടൽ എത്ര സെല്ല് കിട്ടും? 4 സെല്ല് കിട്ടും. എന്ന് വെച്ചാൽ മിയോസിസ് 1ഉം 2ഉം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും മിയോസിസിൽ എത്ര ഡോട്ടർ സെൽസ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, എത്ര പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ 4. എന്നാൽ മൈറ്റോസിൽ എത്ര ഉള്ളത്? 2. നോട്ട് ദ പോയിന്റ്. ഓക്കെ. അപ്പോൾ ആ 3 ഡിഫറൻസ് ആയി. ഒന്ന് എവിടെ നടക്കുന്നു എന്നുള്ളതൊരു ഡിഫറൻ്റ് ആണ്. 2 ക്രോമസോം സംഖ്യയിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. മൈറ്റോസിലില്ല, മിയോസിസിലുണ്ട്. പിന്നെ മൈറ്റോസിസിൽ എത്ര കിട്ടുക? 2 കിട്ടാം. മിയോസിൽ എത്ര കിട്ടും? 4 കിട്ടും. ഇനി അടുത്തത് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ്, സിഗ്നിഫിക്കൻസ് ആണ്. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്തിനാന്ന് ചോദിച്ചാൽ, മൈറ്റോസിസ് ഗ്രോത്തിന് സഹായിക്കുന്നു, വളർച്ചയ്ക്ക് സഹായിക്കുന്ന പരിപാടി. അതായത് ഈ കോശം, ഈ മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. നമ്മൾ ജനിക്കുമ്പോഴുള്ള സെല്ലാണോ ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ളതല്ല. സെല്ലുകളുടെ എണ്ണം കൂടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വളരുന്നത്. അപ്പോൾ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. രണ്ടാമത് റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. റിപ്പയർ ഓഫ് സെൽസ് അല്ലെങ്കിൽ കേടുപാടുകൾ പരിഹരിക്കാനൊക്കെ സഹായിക്കുന്നു. ഏതെങ്കിലും കോശങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവിടെ പകരം പുതിയ കോശങ്ങളൊക്കെ വന്നിട്ട് കേടുപാടുകൾ പരിഹരിക്കൽ, റിപ്പയർ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ആര് സഹായിക്കുക? മൈറ്റോസിസ് അഥവാ ക്രമഭംഗം സഹായിക്കുക. എന്നാൽ മിയോസിസ് അങ്ങനെയല്ല. മിയോസിസിന്റെ പരിപാടി എന്താ വെച്ചാൽ ജേം സെല്ല് ഫോം ചെയ്യാനാണ് സഹായിക്കുക. എന്താ സാർ ജേം സെല്ല്? ബീജകോശങ്ങൾ. ഉദാഹരണം വേണോ? പറഞ്ഞുതരാം. ഉദാഹരണം, സ്പേം, അതേപോലെ ഓവം. സ്പേമും ഓവും പുംബീജും അണ്ടവും അവരുണ്ടാവാൻ സഹായിക്കുന്നത് മിയോസിസ് ആണല്ലേ? അതെ. ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് ആണ് എന്ത് ചെയ്യുന്നത്? ബീജകോശങ്ങൾ അഥവാ ജേം സെൽസ് ഉണ്ടാവാൻ സഹായിക്കുന്നത്. അതായത് സ്പേമും ഓവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനറേഷൻ, തലമുറയായിട്ട് നമ്മുടെ ക്രോമസോം നമ്പർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനും ആര് സഹായിക്കും? ഊനഭംഗം അഥവാ മിയോസിസ് സഹായിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ചുമ്മാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാണ്. മിയോസിസിന് എത്ര സ്റ്റേജ് ഉണ്ട് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ. 1, 2, 3 അങ്ങനെ എത്ര സ്റ്റേജ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അർക്കൽ. ഗുഡ് ബൈ.